വിശദമായി കടക്കുകയാണ്. നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള പിമാരുടെ നീക്കത്തിനെതിരെ കെ മുരളീധരൻ നിലവിലുള്ള പിമാർ മത്സരിക്കേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ തീരുമാനമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. താൻ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും മുരളീധരൻ പ്രതികരിച്ചു. നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയോടായിരുന്നു മുരളീധരന്റെ പ്രതികരണം. നിലവിലുള്ള പിമാരാരും മത്സരിക്കേണ്ട എന്ന നീക്കം കെ മുരളീധരൻ പരസ്യമാക്കുന്നതിലൂടെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ കൂടി വ്യക്തമാണ്. എന്തായാലും 1 ഡസനോളം പിമാരാണ് മത്സരിക്കാൻ താൽപ്പര്യപ്പെട്ട രംഗത്തുള്ളത്. പക്ഷേ ഇവരാരും നിയമസഭയിലേക്ക് വരേണ്ടതില്ല എന്ന പാർട്ടി തീരുമാനം ഓർമ്മപ്പെടുത്തുകയാണ് കെ മുരളീധരൻ. ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല. നിലവിലുള്ള നിയമം അനുസരിച്ച് പിമാർ MLA-മാരായിട്ട് മത്സരിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പാർട്ടി തീരുമാനിച്ചത്. ഇതാണ് കെ മുരളീധരന്റെ പ്രതികരണം. അദ്ദേഹം ഇന്ന് കോഴിക്കോട് നടത്തിയ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കം സാധ്യതാ ലിസ്റ്റിൽ ഏറ്റവും പരിഗണിക്കപ്പെടുന്നവരടക്കം ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടുകൾ അറിയിച്ചിരുന്നു. തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. അടൂർ പ്രകാശും പറയുന്നത് തന്റെ തീരുമാനം തന്റെ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന കാര്യമാണ്. ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ, പൊതുവിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത്. വലിയ രാഷ്ട്രീയ വിജയമുണ്ടായ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് പോയ എല്ലാവർക്കും തന്നെ വീണ്ടും നിയമസഭയിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. മന്ത്രിസ്ഥാനം തന്നെയാണ് ഈ ലക്ഷ്യം. എന്തായാലും ആഗ്രഹം പരസ്യമാക്കുന്നവരും ഉള്ളിൽ വെച്ച് സൂക്ഷിക്കുന്നവരുമായ നിരവധി ആളുകളുണ്ട്. ഇതിനിടയിലാണ് ഇന്ന് മുരളീധരന്റെ പ്രതികരണം കൂടി വരുന്നത്. മുരളി പറയുന്നത് പോയവരാരും തിരികെ വരേണ്ടതില്ല, അതിന് വേറെ ആളുകൾ ഇവിടെ ഉണ്ട് എന്ന സൂചനയാണ് വെക്കുന്നത്. എന്തായാലും ആഗ്രഹിക്കുന്നവർക്ക് ഒരു വെല്ലുവിളിയാവുന്ന നിലപാട് തന്നെ മുരളീധരൻ സ്വീകരിക്കുന്നതോടെ ഇത് കോൺഗ്രസിന്റെ ഒരു പൊതു നിലപാടായി മാറുമോ? സജിത്ത്, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇത്തരം ഒരു MPമാരുടെ നീക്കത്തിനെതിരായിട്ടുള്ളൊരു നീക്കം സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ നിന്ന് ഉണ്ട് എന്നുള്ളത് കൂടി അതിപ്പോൾ മുരളീധരനിലൂടെ ആദ്യം പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ MPമാരൊക്കെ സ്ഥാനാർത്ഥികളായി മടങ്ങി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവിടെ സ്ഥാനാർത്ഥിത്വം മോഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. അല്ലെങ്കിൽ MLA ആയി ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്ന നിരവധി നേതാക്കളുണ്ട്. അത്തരം നേതാക്കൾക്കെല്ലാം ഈ കെ മുരളീധരനെ പോലെ നേതാവാരും കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമില്ല. അദ്ദേഹത്തെ പോലെ ഒരാൾ മത്സരിച്ച് ജയിക്കുമ്പോഴും അദ്ദേഹം അടക്കം മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആ തരത്തിലേക്ക് മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്ന നേതാക്കൾക്കൊക്കെ തിരിച്ചടിയാണ് ഈ അടൂർ പ്രകാശിനെ പോലെയോ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയോ ഒക്കെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ബെന്നി ബെഹനാനെ പോലുള്ള MPമാരൊക്കെ MLA-മാരായി ജയിച്ചു വന്നാൽ സ്വാഭാവികമായും അവർക്ക് മന്ത്രിസ്ഥാനം നൽകേണ്ടി വരും. അത് കേരളത്തിൽ മന്ത്രിസ്ഥാനം ലഭിക്കേണ്ട മറ്റുള്ളവരുടെ അവസരം കൂടി നഷ്ടപ്പെടുന്നതാണ് എന്നുള്ളതൊക്കെ ഉള്ള തോന്നലുകൾ ഈ നേതാക്കൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വേണ്ട എന്ന നിലപാട് തന്നെയാവും കേരളത്തിലെ മഹാഭൂരിപക്ഷം നേതാക്കളും എടുക്കാൻ സാധ്യതയുള്ളത്. ഈ ആഗ്രഹമുണ്ടത് എല്ലാ MPമാർക്കും അത്തരത്തിലേക്കൊക്കെ മടങ്ങി വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. സ്വാഭാവികമായും കേന്ദ്രത്തിൽ പ്രതിപക്ഷത്ത് MP ആയിരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് കേരളത്തിൽ ഭരണം കിട്ടുകയാണെങ്കിൽ ഇവിടെ മന്ത്രിയായിരിക്കുന്നത്. അതിൻ്റെ പവറായാലും അതിൻ്റെ മറ്റ് ഗ്ലാമറായാലും ഏത് തരത്തിലായാലും രാഷ്ട്രീയ അധികാരത്തിലൊക്കെ ഏറി നിൽക്കുന്നത് മന്ത്രിസ്ഥാനം തന്നെയായിരിക്കും. അതുകൂടി കേരളത്തിൽ UDFന് അധികാരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ MPമാർക്ക് ഇപ്പോഴുള്ള ഒരു ഗ്ലാമർ കൂടി, അല്ലെങ്കിൽ ആ ഒരു അധികാര സ്ഥാനത്തിൻ്റെ ഇതിൽ കൂടി ഇടിവുണ്ടാവും എന്നൊക്കെ ഇവർക്കറിയാം. പക്ഷേ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അങ്ങനെ MLA-മാരായി മത്സരിക്കാൻ കഴിയില്ല. പരമാവധി 1-2 പേർക്ക് ചിലപ്പോൾ ഇളവ് നൽകിയേക്കാം എന്നൊരു സൂചന മാത്രമാണ്, അല്ലെങ്കിൽ അത്തരമൊരു സാധ്യത മാത്രമാണ് പാർട്ടിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. ഈ ആഗ്രഹിക്കുന്ന 6-7-8 MPമാർ പരസ്യമായി തന്നെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് പോലും അവസരം കിട്ടില്ല എന്നത് ഉറപ്പ് തന്നെയാണ്. അങ്ങനെ ആരും വരേണ്ടതില്ല, അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന് കേരളത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന വിഭാഗം നേതാക്കളുടെ കൂടി പ്രതിനിധി എന്ന നിലയിൽ കൂടിയാണ് കെ മുരളീധരൻ അത് വ്യക്തമായി തന്നെ പറയുന്നത്. MP ആയി വിജയിപ്പിച്ചത് കേന്ദ്രത്തിൽ പോകാൻ വേണ്ടിയാണ്. താനും അങ്ങനെയൊക്കെ MLA ആയിരുന്നപ്പോൾ തന്നെയും ഇതുപോലെ ഒരു ഘട്ടത്തിൽ കൊണ്ടുവന്ന് MP ആക്കി വിട്ടതാണ്. താൻ അതിൻ്റെ ആ തരത്തിലേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ചപ്പോഴൊന്നും അത് നടന്നില്ല. ഇനിയുള്ളവരും അങ്ങനെ തന്നെ മതി എന്നുള്ളൊരു നിലപാട് കൂടി എന്തായാലും ആ കാര്യത്തിലുണ്ട്. എന്തായാലും ഇത്തരം ഒരു ചർച്ച തുടങ്ങുമ്പോൾ തന്നെ എതിർപ്പ് കൂടി പരസ്യമാകുന്നു എന്നുള്ളത് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് തൊട്ട് പിന്നാലെ നമ്മൾ UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു. അടൂർ പ്രകാശ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഹൈക്കമാൻഡാണ് ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഹൈക്കമാൻഡ് തീരുമാനം അനുസരിച്ച് ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്, ഹൈക്കമാൻഡ് അനുവദിച്ചാൽ മത്സരിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. മറ്റ് MPമാരും ഒക്കെ ആ തരത്തിൽ തന്നെ നിലപാടെടുക്കുന്നവർ തന്നെയാണ്. അവർക്കെല്ലാം മത്സരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് അനുവദിച്ചാൽ മാത്രമേ മത്സരത്തിലേക്ക് പോകാൻ കഴിയൂ. അങ്ങനെ ഒരു ആലോചനയോ അങ്ങനെ ഒരു ചർച്ചയോ വേണ്ട, അത് കേരളത്തിൽ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാട് കൂടിയാണ് കെ മുരളീധരൻ ഇപ്പോൾ ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്.
യെസ്, എന്തായാലും കെ മുരളീധരൻ വ്യക്തമാക്കുകയാണ് നിലവിൽ ലോക്സഭയിലേക്ക് പോയവർ ഇനി തിരികെ വരേണ്ടതില്ല, മന്ത്രിമാർ എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനമുണ്ടെന്ന്. കിരൺ, ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ മുരളീധരൻ നിലപാട് പറഞ്ഞു. അതിനുശേഷം മുരളീധരൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു, അദ്ദേഹത്തിന് നിയമസഭയിൽ മത്സരിക്കാൻ വലിയൊരു അവസരമുണ്ട്. എന്തായാലും മുരളിയുടെ വാക്കുകൾ ഒരുപക്ഷെ കോൺഗ്രസിൽ ഇനി വരുന്ന ചർച്ചകൾ, തുടർ ചർച്ചകൾക്ക് തടയിടുക എന്നൊരു നീക്കം കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമല്ലോ. കാരണം ഒരു ഡസനോളം ആൾക്കാർ തിരികെ വരാൻ ആഗ്രഹിക്കുന്നു എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. അത് കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ സമ്മതിക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഇനി നിങ്ങൾ ഇവിടെ ലക്ഷ്യം വെക്കേണ്ടതില്ല, നിയമസഭയ്ക്ക് പുതിയൊരു ടീം ഉണ്ടാകും എന്ന് തന്നെയാണ് അവർക്ക് കൊടുക്കുന്ന ഒരു മുരളിയുടെ സന്ദേശം. അത് മറ്റ് ചില നേതാക്കളുടെ മനസ്സിലിരിപ്പ് കൂടി അറിഞ്ഞുകൂടി ആവണം ഒരുപക്ഷെ മുരളിയുടെ നീക്കമെന്ന് കരുതാം, അല്ലേ? സജിത്ത്, അങ്ങനെ തന്നെയാണ്. സജിത്ത് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. മറ്റു ചില നേതാക്കളുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷവുമൊക്കെയാവും കെ മുരളീധരൻ പലപ്പോഴും പല പ്രസ്താവനകൾ ഇറക്കുന്നത്. കെ മുരളീധരൻ്റെ മാത്രം അഭിപ്രായമല്ല, ആ കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കളുടെ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു വലിയ വിഭാഗം നേതാക്കളുടെ ഒക്കെ മനസ്സിലിരിപ്പ് കൂടി തിരിച്ചറിഞ്ഞ് അത് പരസ്യമായി പറയുന്ന ഒരാൾ കൂടിയാണ് കെ മുരളീധരൻ. മുരളീധരൻ ഇപ്പോൾ പറഞ്ഞതിലും അല്ലെങ്കിൽ അടൂർ പ്രകാശ് പറഞ്ഞതിൽ രണ്ടുപേരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നൊന്നുമല്ല. അടൂർ പ്രകാശ് പറഞ്ഞത് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കില്ല എന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല. കെ മുരളീധരൻ പറയുന്നത് നിലവിൽ പാർട്ടിയുടെ തീരുമാനം അങ്ങനെയാണ്, എം പിമാർ സംസ്ഥാന MLA-മാരായി മത്സരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ തന്നെ എടുത്തിട്ടുള്ള നിലപാട് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് പറയുന്നത്. പക്ഷേ പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില ഘട്ടത്തിലൊക്കെ ചില വിട്ടുവീഴ്ചകൾ, MLA-മാർ MP സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നും എം പിമാർ MLA സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ട എന്നൊക്കെ തീരുമാനം എടുക്കുമ്പോഴും അല്ലെങ്കിൽ മുതിർന്ന അംഗങ്ങൾ പലരും മാറി നിൽക്കണം എന്നൊക്കെ പറയുമ്പോഴും ചില വിട്ടുവീഴ്ചകൾ ചില അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. അതൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ പലപ്പോഴും പതിവാണ്. അത് സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടി കൂടിയാണ്. അതുകൊണ്ട് ആ സാധ്യത എപ്പോഴും അവിടെ നിൽക്കുകയാണ്. പക്ഷേ ആ സാധ്യതയിലേക്ക് കൂടുതൽ അടുക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ശക്തമായ രീതിയിലേക്കുള്ള എതിർപ്പുണ്ടാവും. എം പിമാരെല്ലാം കൂടി കേരളത്തിൽ മത്സരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കേരളത്തിൽ സീറ്റ് ആഗ്രഹിക്കുന്ന, നിയമസഭയിൽ സീറ്റ് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ടാവും. അവരുടെ എല്ലാം എതിർപ്പ് സ്വാഭാവികമായും എം പിമാർക്ക് നേരെ ഉണ്ടാവും. ആ എതിർപ്പാണ് വ്യക്തമാക്കിയത്. അങ്ങനെ അനായാസമായി എം പിമാരൊന്നും അത്ര ഒരു പരിശ്രമത്തിലേക്ക് നീങ്ങേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയരും എന്നുള്ളതിൻ്റെ ഒരു ആദ്യ സൂചന തന്നെയാണ് മുതിർന്ന ഒരു നേതാവ് കൂടിയായ കെ മുരളീധരൻ തന്നെ ഇത് വ്യക്തമാക്കുന്നത്. കെ മുരളീധരൻ പറഞ്ഞതും പാർട്ടി ചട്ടക്കൂടിലും അച്ചടക്കത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട് MP മത്സരിക്കേണ്ട എന്നുള്ളതാണ്. അത് പറയുന്നതിന് കെ മുരളീധരനെതിരെ ഒന്നും പറയാൻ കഴിയില്ല. ഹൈക്കമാൻഡ് പറഞ്ഞാൽ, ഹൈക്കമാൻഡ് തീരുമാനമെടുത്താൽ എന്ത് വേണം എന്ന് മത്സരിക്കുമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. രണ്ടുപേരുടെയും ആഗ്രഹം, രണ്ടുപേരുടെയും മനസ്സിലിരിപ്പ് എന്താണെന്ന് വ്യക്തമാണ്. ഒരാളുടേത് ഹൈക്കമാൻഡ് പറഞ്ഞാൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്നതും മറ്റേയാളുടേത് മനസ്സിലിരിപ്പ് അങ്ങനെ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ നിലപാട് ഇതാണ്, ഞങ്ങൾക്ക് MP കേരളത്തിൽ മത്സരിക്കാൻ വരേണ്ടതില്ല എന്നുള്ളതാണ് നിലപാട് എന്നതുകൂടി വ്യക്തമാക്കുന്നു. ഇത് കേരളത്തിലെ വലിയൊരു വിഭാഗം MP ഒഴികെയുള്ള കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഒരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഈ സീറ്റൊക്കെ ആഗ്രഹിക്കുന്ന നേതാക്കളുടെ ഒരു പൊതുവികാരം കൂടിയാണ് കെ മുരളീധരൻ പ്രകടിപ്പിച്ചത്. ശരി, കിരൺ, തിരികെ വരാം. ശ്രീകുമാർ മനയിൽ മാധ്യമപ്രവർത്തകൻ നമുക്കുണ്ട്.